അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്തിൽ ഓരോ മനുഷ്യനും ഒരു ദിവസം മരണത്തെ നേരിടേണ്ടി വരും. പക്ഷേ എല്ലാ മരണവും ഒരുപോലെയല്ല. ഇസ്ലാമിൽ മോശമായ മരണം എന്ന് പറയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അത് എന്താണ്, എന്തുകൊണ്ടു സംഭവിക്കുന്നു? ഇന്ന് നമുക്കത് വിശദമായി മനസ്സിലാക്കാം. ഇസ്ലാമിൽ സുഉൽ ഖാതിമ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അള്ളാഹുവിൻ്റെ അസന്തോഷത്തിലായിരിക്കെ മരിക്കുന്നതാണ്. ഇത് സംഭവിക്കാൻ ചില പ്രധാന കാരണങ്ങൾ ഉണ്ട്. ഒന്നാമത് ഷിർക്ക്, അള്ളാഹുവിനൊപ്പം മറ്റൊരാളെ പങ്കാളിയാക്കൽ. ഇതാണ് ഏറ്റവും വലിയ പാപം. രണ്ടാമത് നിഫാഖ്, പുറമേ വിശ്വാസിയായി കാണിച്ചു ഉള്ളിൽ വിശ്വാസമില്ലാത്തത്. മൂന്നാമത് നമസ്കാരം ഉപേക്ഷിക്കൽ. നിസ്കാരം ഉപേക്ഷിക്കുന്ന ജീവിതം ഈമാനിനെ തന്നെ അപകടത്തിലാക്കുന്നു. നാലാമത് പാപങ്ങളിൽ തുടർച്ചയായി ജീവിക്കൽ, തൗബ ചെയ്യാതെ ഹറാം കാര്യങ്ങളിൽ തുടരുക. അഞ്ചാമത് അഹങ്കാരം, സത്യം അംഗീകരിക്കാത്ത മനസ്സ്, മറ്റുള്ളവരെ താഴെയായി കാണുന്നത്. ആറാമത് അള്ളാഹുവിൻ്റെ കരുണയിൽ നിരാശപ്പെടൽ, എനിക്ക് ക്ഷമയില്ല എന്ന ചിന്ത. ഇത് തന്നെ വലിയ തെറ്റാണ്. ഏഴാമത് ദിക്ർ, ഖുർആൻ എന്നിവയിൽ നിന്ന് അകലം. അള്ളാഹുവിനെ ഓർക്കാത്ത ഹൃദയം മന്ദമായി കട്ടപിടിക്കും. എട്ടാമത് ദുനിയാവിനെ മാത്രം സ്നേഹിക്കൽ, ലോകജീവിതത്തിൽ മുഴുകി ആഖിറത്ത് മറക്കുക. ഒമ്പതാമത് അന്യായം, മറ്റുള്ളവരെ പീഡിപ്പിക്കൽ, അവകാശങ്ങൾ കവർച്ച ചെയ്യൽ. അവസാനം മരണസമയത്ത് ഈമാൻ നഷ്ടപ്പെടൽ, അവസാന നിമിഷത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു പറയാൻ പോലും കഴിയാതെ പോകുന്നത്. എന്നാൽ ഒരു നല്ല വാർത്തയുമുണ്ട്. അള്ളാഹു അതീവ കരുണാനിധിയാണ്. നമ്മൾ സത്യസന്ധമായി തൗബ ചെയ്താൽ എത്ര വലിയ പാപങ്ങളായാലും ക്ഷമിക്കപ്പെടും. അതുകൊണ്ട് ഇന്നു തന്നെ, ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതം തിരുത്താൻ ശ്രമിക്കാം. ഒരു നല്ല അവസാനം, ഹുസ്നുൽ ഖാത്തിമ നേരിടാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ല അന്ത്യം നൽകട്ടെ. ആമീൻ.